ഹലോ, ഞാൻ സുനി സജയ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. യേശു എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, ക്ഷമ, ദീർഘക്ഷമ, സഹിഷ്ണുത, കരുണ, ഇതെല്ലാം ആണ്. അപ്പോൾ ഇതുണ്ടേലാണ് ഒരു മനുഷ്യന് ഭൂമിയിൽ ഉന്നതനും സക്സസ്സും ആകാൻ പറ്റുള്ളൂ. അവൻ വാളല്ല തലയാകും. അവന് യേശുവിൻ്റെ അതേ സ്വഭാവമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ക്യാരക്ടറെല്ലാം നമുക്ക് വേണം, അതിന് നമ്മൾ ശ്രമിക്കണം. അല്ലാണ്ട് എൻ്റെ സ്വഭാവം തുള്ളലും ചാട്ടവും ദേഷ്യവും ഒച്ചങ്ങളും അതൊന്നുമല്ല. യേശുപ്പം പറയുമല്ല, ഞാൻ സൗമ്യതയും താഴായ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അതിന് ഭാഗ്യം കിട്ടണം നമുക്ക്. ആ യേശുവിനോടുള്ള ആ പ്രേമവും സ്നേഹവും ഒക്കെ നമുക്ക് അത് ഭയങ്കര പാഷനാകണം. അപ്പോഴാണ് നമ്മൾ ഇപ്പം ഇന്നത്തെ ആ ചാർലി ക്രിക്ക് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്തോരം പടങ്ങളാണ് വന്നേക്കണേ. യേശു ഇങ്ങനെ നോക്കി നിൽക്കുവാണ്, കൈ പിടിച്ച് ഇങ്ങനെ കയറ്റാൻ. എന്തോരം മനുഷ്യരെ പുള്ളി യേശുവിലേക്ക് തിരിച്ചാക്കിയത്, അതും ന്യൂജൻ പിള്ളേരെ എന്തോരം പേരെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പുതിയായിട്ടോ നമുക്കും അങ്ങനെയൊക്കെ ആഗ്രഹിക്കണ്ടേ. നമ്മൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം കേട്ടോ. നമ്മൾ വചനം, ഒരു സുവിശേഷക്കാരൻ്റെ വില കണ്ടോ? എന്തോരം രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്, ഒരു സുവിശേഷ വേല ചെയ്യുന്നയാളുടെ വില കണ്ടോ? ലോകത്തിലെ എല്ലാ പത്രങ്ങളും പുള്ളിനെ പറ്റി എഴുതിയേക്കുവാണ്. പുള്ളി ഒരു ഒന്നുമല്ല, എന്നിട്ട് പോലും ഒരു സുവിശേഷക്കാരൻ. അതുപോലെയായിരുന്നു ബില്ലി ഗ്രഹാം മരിച്ചപ്പോഴും. ലോകത്തിൽ ഒരു മാസം കഴിഞ്ഞല്ല ഇതാണ്ടായിരുന്നല്ലോ ഷവാടൊക്കെ. നിലവിൽ ഈ അമേരിക്കൻ നിലവിലുള്ള പ്രസിഡന്റ്, മുൻ 2 പ്രസിഡന്റുമാർ ഷവാടക്കിനുണ്ടായിരുന്നു. ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും ബില്ലി ഗ്രഹാമിനെ കാണാൻ എല്ലാ രാഷ്ട്രത്തിലെ നേതാക്കന്മാരും ചെന്നു. ഒരു സുവിശേഷക്കാരനാന്ന് നോക്കണം. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സുവിശേഷം പറയുന്നവൻ ലോകത്തിൽ ഉന്നതനും ക്രിസ്തുയേശുവിൽ പ്രശസ്തരുമാകും. ആ സുവിശേഷം പറയുന്നയാൾക്ക് യേശുവിൻ്റെ സ്വഭാവം കാണണം കേട്ടോ. സുവിശേഷം ഞാനൊക്കെ പറയണ്ടേ, എനിക്ക് യേശുവിൻ്റെ സ്വഭാവവും കൂടി ആകണം. അപ്പോൾ വചനത്തിന് ഇരുതലവാളിൻ്റെ മൂർച്ചയാണ്. നമ്മൾ പറയണ വചനം നമ്മക്കെട്ടും കുത്തും. നമ്മളിത് മാനസാന്തരത്തിലൂടെ കൊണ്ടുപോകും, നമ്മളെ വിശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 3:2 പറയുക, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ഭാവി അടുത്തത് നമ്മൾ എന്താകും? ഇപ്പം നമ്മൾ ദൈവമക്കളാണ്. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറയുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവപുത്രൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു. അപ്പം നമ്മളെപ്പോലെ തന്നെ, യേശുവിനെ പോലെ തന്നെ നമ്മളാവുമെന്ന്, താൻ ഇരിക്കുന്ന പോലെ തന്നെ നമ്മളെ കാണുമെന്ന് യേശുമ്പരാൻ. ക്രിസ്തുവിൽ ഈ ഉള്ളവൻ എല്ലാം അവിടുന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പം നമ്മൾ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കുക. അതാണ് കേട്ടോ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. മറ്റുള്ളവൻ്റെ കണ്ണിൽ കരടെടുക്കാനോ മറ്റിങ്ങനെ കൈ ചൂണ്ടി അങ്ങോട്ട്, ആദ്യം മുതൽ ആദാം ഹൗവേനെ കൈ ചൂണ്ടി, ഹൗവ പാമ്പിൻ്റെ നേരെ കൈ ചൂണ്ടി, ആ കൈ ചൂണ്ടിൽ മാറ്റിയിട്ട് ഇങ്ങനെ ആ കൈ ഇങ്ങോട്ട് വരണം. അല്ല ചിലർ പറയില്ലേ, ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കരുതെന്നൊക്കെ പറയില്ലേ. ഇങ്ങോട്ട് പണ്ട് എനിക്ക് കൈയെടുത്ത പ്രസംഗമാകും. അപ്പം അത് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ വേണം. അപ്പോൾ എല്ലാവർക്കും യേശുവിൻ്റെ സ്വഭാവം ഉണ്ടാകട്ടെ. അപ്പം നമുക്ക് ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ മുടിയുടെ ആട്ടോ. അപ്പോൾ എൻ്റെ മുടി ഇതുവരെ ചെയ്തിട്ടില്ല. ഈ മാസം അവസാനം ചെയ്യാനിരിക്കുക. ഫങ്ഷനുകൾ അത് ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, തിരക്കിൻ്റെയാണ്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ചെയ്യാനിരിക്കുക. അപ്പോൾ കുറച്ച് കളറൊക്കെ ചെയ്യണം എന്ന് ഓർത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് കരാട്ടിൻ ചെയ്യണതിന് മുമ്പ് കളർ ചെയ്യണേ. നല്ല കളർ ചെയ്യുമ്പോൾ മുടിക്കൊക്കെ ഒരു ഇച്ചിരി പൊട്ടലും ഇതൊക്കെ വരും. പൊട്ടലല്ല, ഒരു തരുതരിപ്പ് പോലെ വരും. അപ്പോൾ കവറിങ് വരും. കളറിങ്ങനെ എൻ്റെ ഇപ്പോൾ എപ്പോഴും ബ്ലാക്ക് കളറിന് അത്ര കംപ്ലൈൻ്റ് ഇല്ല. ഈ നമ്മൾ വേറെ ഒരു കളറ് ബ്രൗണും കോപ്പറും ഒക്കെ ആക്കുമ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഇതുകൂട്ട് ചെയ്തിട്ടാണ് നമ്മളൊരു ആക്ടിവേറ്ററൊക്കെ ഇട്ടൊന്ന് ഡൗൺ ആക്കിയിട്ടാണ്. അല്ലെങ്കിൽ 40% വോളിയം ഡെവലപ്പറൊക്കെ ഇടുമ്പോൾ അത് ഡെവലപ്പർ ഹൈ ഇതാണ്. അപ്പം നമുക്ക് കളർ കിട്ടണത്. അപ്പോൾ എൻ്റെ മുടിക്ക് അങ്ങനെ പറ്റില്ല. ഈ ബ്ലാക്ക് ഇടുന്ന കാരണം ഒരു ഓൾറെഡി ഒരു കളറുള്ള കാരണം ആ കളറൊന്ന് കളഞ്ഞിട്ട് വേണം. അപ്പോൾ ഞാൻ അങ്ങനെ കളറൊക്കെ ഇതൊക്കെ ചെയ്ത് കാണിക്കാം. അപ്പോൾ മുടി ഇങ്ങനെ സൂപ്പർ ഹിറ്റായിട്ട് നമുക്ക് ഏത് പ്രായത്തിലും നമ്മൾ നല്ല സ്റ്റൈലായിട്ട് നടക്കുക. ചത്താലും ചമഞ്ഞ് കിടക്കണം എന്നല്ലേ പറഞ്ഞത്. നിങ്ങളെപ്പോഴും ഫേഷ്യലുകൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. നമ്മുടെ സ്കിന്നിലെ പാടുകളൊക്കെ വരാണ്ട്, പാടൊക്കെ വന്നിട്ട് ലേസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ എന്തോരം പാടായി ലേസറൊക്കെ ചെയ്യുമ്പോൾ. നമുക്കതൊന്നും നല്ലതല്ലല്ലോ. ഇത് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മസാജിങ്ങും ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിച്ച് നമുക്കത് കുറേ നമ്മുടെ സ്കിന്നെ പരിപാലിക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ ഫേഷ്യൽ ചെയ്യാൻ വരിക, മുടിയെല്ലാം ട്രീറ്റ് ചെയ്ത് നല്ല സ്റ്റൈൽ മന്നത്തികളായിട്ട് നമുക്ക് എപ്പോഴും നടക്കാം. അത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കാണുമ്പോഴും നമുക്കൊരു മനസ്സിന് സന്തോഷം. നമ്മൾ ചീത്തയായി പോയി ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ എന്നോട് എപ്പോഴും ആരെന്ത് പറഞ്ഞാലും ഞാനത് പോസിറ്റീവായിട്ടായിട്ട് എടുക്കുള്ളൂ. നിങ്ങളത് വിഷമിക്കരുത് കേട്ടോ. അയ്യോ ഭയങ്കര തടി വെച്ചു എന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ ഓർക്കും ദൈവം ഒന്നും വണ്ണം കുറയ്ക്കണമല്ലോ എന്നൊക്കെ ഓർക്കും. പക്ഷേ തീറ്റ ഇതുവരെ കുറച്ചിട്ടില്ല എങ്കിലും മനസ്സിൽ ഞാൻ ഇങ്ങനെ മുഖം ചീത്തയായി പോയെന്ന് പറഞ്ഞാൽ അപ്പം പോയി ഞാനൊരു ഫേഷ്യൽ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ആൾക്കാർ കമൻറ്റ് പറയുമ്പോൾ അവർക്ക് കുശുമ്പ അസൂയ എന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അത് ഗുഡായിട്ട് എടുത്തേ, എന്തിനേയും ഗുഡായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നല്ലതാണ്. അപ്പോൾ നമുക്കിനി അതിമനോഹരമായ പിന്നെ ഒരു കല്യാണ വർക്ക് ഇടാം കേട്ടോ. നല്ല സ്റ്റൈലായിട്ടൊരു കൊച്ച് തലവസം ഒരുങ്ങിയിട്ടുണ്ട്, കല്യാണത്തിൻ്റെ ഉണ്ട്. അപ്പോൾ അതും ഇടാം, അതൊക്കെ കാണുക. അപ്പോൾ കല്യാണത്തിന് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, സ്കിൻ ഗ്ലാസ് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, വാട്ടർ പ്രൂഫ് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കല്യാണത്തിന് പോകണമെങ്കിൽ വല്ലയിടത്തും പോകണമെങ്കിൽ അതിനും നമ്മൾ ഒരുക്കി വരുന്നുണ്ട്. അതിനൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ നേരത്തെ വിളിച്ചിട്ട് വേണം 9447575564 എൻ്റെ നമ്പർ ഇതിലിട്ടിട്ടുണ്ടല്ലോ, അതിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി വീഡിയോ കണ്ടാലോ. ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ്. നിങ്ങൾ ഈ ഹെയർ മേക്കോറിന് വരുന്ന ആരും തല നനച്ചിട്ട് വരണം കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല, ഓടി കുളിച്ച് തലയൊക്കെ കഴുകി എനിക്ക് എളുപ്പത്തിൽ പണി ഒപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ മുടി ഇങ്ങനെ നല്ല ഒത്തിരി പൊട്ടലുണ്ട്. ഇത് അവരെന്നെ വഴക്ക് പറയും, അവരുടെ മുടീനെ പിടിച്ചിട്ട് കുറ്റം പറയുക എന്ന് പറയണേ. മുടീനെ കുറ്റം പറയണില്ല, പൊട്ടലൊക്കെ മാറാൻ വേണ്ടിയല്ലേ പറയണേ. അപ്പോൾ പൊട്ടല് ഇങ്ങനെ ഫ്രിസി അല്ല, ഈ സോഫ്റ്റ് ഹെയറിലെ കനം കുറഞ്ഞ നമ്മൾ അപ്പൂപ്പന്താടി പോലത്തെ മുടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സോഫ്റ്റ് ഹെയർ ആണ്. ഇതിപ്പോൾ ബയോട്ടാനിക്സ്, അതല്ലേ ഇതിൻ്റെ പേര്, പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് പറയാൻ പാടില്ല. ബയോട്ടാനിക്സ് ചെയ്യാൻ പോവാണ്. യേശുവിൻ്റെ കൃപയാൽ കരാട്ടിൻ്റെ പേരാട്ടോ ഈ പറഞ്ഞത്. നിങ്ങൾ എല്ലായിടത്തും പോയി കരാട്ടിൻ ചെയ്യുന്നോ? ഏത് കരാട്ടിനും ചെയ്ത് ആർക്ക് പേര് പോലും അറിയാൻ പാടില്ല. കരാട്ടിൻ തീരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്താൽ തലയ്ക്കൊന്നും കൊള്ളൂലെന്നാട്ടോ പറയണേ. നമ്മൾ കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ്, ഏറ്റവും നല്ല എവർ പറഞ്ഞേക്കണം. ഇത് 9 വയസ്സ് മുതൽ, 9 വയസ്സാണോ 9ാം ക്ലാസ്സിൽ പഠിക്കണം വെച്ചാൽ 9 വയസ്സ് മുതൽ 12 വയസ്സ് മുതൽ പ്രഗ്നൻസിയിലുള്ളവർക്ക് വരെ ചെയ്യാൻ നോ കെമിക്കലൊക്കെയാണെന്നാണ് ഇവർ വാഗ്ദാനം പറയണേ. എന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ബയോട്ടാനിക്സ് എന്നുള്ള ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ? ബയോട്ടാനിക്സ് ആണ് ചെയ്തത്. കരാട്ടിനിൽ നാനോപ്ലാസ്റ്റിയേനേക്കാളും അപ്ഡേറ്റ് ആണ്. നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ 40 വാഷമുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് പക്ഷേ ലാഭം കൂടുതൽ ഹെയർ റിലാക്സിങ് ഒക്കെ കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്റ്റിന് നല്ല വിലയായത് കാരണം എനിക്ക് വലിയ ലാഭം തോന്നാറില്ല ഇതിവിടെ ചെയ്യുമ്പോൾ. നമ്മൾ നാനോപ്ലാസ്റ്റിയുടെ അപ്ഡേറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായാലും ആയിക്കോട്ടെ, അവർ പുതിയത് എടുത്തു നോക്കാൻ നോക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് നാനോപ്ലാസ്റ്റി ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നിയിട്ട് അത് ചെയ്തേ. അപ്പോൾ അവർ പുതിയതിറങ്ങി, അതിലും നോ കെമിക്കൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അധികം എടുത്തു. അപ്പോൾ ഇതിന് ഇത്രയും ഗുഡ് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ആദ്യം മുടി കണ്ടതല്ലേ, പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ പറഞ്ഞു പൊട്ടിയ മുടി മുഖം കാണുന്നില്ലോ, പൊട്ടിപ്പൊളിഞ്ഞ മുടിയാണ്. പക്ഷേ ഇപ്പം നല്ല രസത്തിലല്ലേ എനിക്കിടെ. D3 ടെസ്റ്റ് ചെയ്ത് ഞാൻ ഒത്തിരി കാലമായിട്ട് പറഞ്ഞു, അനുസരണയില്ല ഒറ്റയാണെന്ന്. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ കഴിക്കാൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ മുടി നരയ്ക്കും, പൊട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ അഹങ്കരിച്ചിരിക്കും. മുടി നരയ്ക്കുമ്പോൾ വിവരമാണ്, വേണമെങ്കിൽ ചെയ്തു എല്ലാം. അപ്പോൾ അതെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ അറിയണില്ലോ എന്നാ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ള ഒരു നിരനിരയായിട്ടേക്ക് പോലെ. ശരി എന്നാൽ ഇത് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. എൻ്റെ ഫ്രണ്ടാട്ടോ. വീഡിയോ പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ബലമായിട്ട് പിടിച്ചേക്കണ. പേരൊന്നും പറയണ്ട, അപ്പോൾ പിന്നെ അറിയില്ലോ. പണ്ട് ഇങ്ങനെ ഈ കൊച്ചിനെ പേരറിയാണ്ട് വരുക. പണ്ട് മര തിക്കായിട്ട് എപ്പോഴും തിക്ക് മുടിയാട്ടോ, ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ കോളേജ് ബ്യൂട്ടി ആട്ടോ. മുഖം കാണിക്കണല്ലോ, അതിനിപ്പോൾ പറഞ്ഞിട്ട് തന്നെ ആരും മുഖം കാണിക്കാൻ എപ്പോഴും സുന്ദരിക്കോതെ മോളെയൊക്കെ കെട്ടിച്ച് കൊച്ചുമൊക്കെ ഉണ്ട്. പക്ഷേ കണ്ട ഈ മുടിയുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ വല്ലവരും കല്യാണം ആലോചിച്ചു തോന്നുന്നു എനിക്ക് വേണ്ടി. പിന്നെ ആകെ പ്രോബ്ലം കൂടി നമുക്കൊരു പ്രായമാകുമ്പോൾ പൊട്ടൂലേ. അപ്പോൾ നാനോപ്ലാസ്റ്റി ചെയ്യാന്നുള്ളതാണ്. വേറെ ഈ മുടി അതിമനോഹരമാണ്, തിക്കുണ്ട്. പക്ഷെ ഒരു ഇതാകുമ്പോൾ നമുക്കുടെ മുടി പല്ല് പൊട്ടും, ക്യാപ്പിടുന്ന പോലെ തന്നെ മുടി പൊട്ടണം, അത്ര മാത്രം. അതിന് നാനോപ്ലാസ്റ്റി ചെയ്ത് നമുക്കിങ്ങനെ പൂടമുടിയൊക്കെ വരുമ്പോൾ നമുക്കുടെ സ്റ്റൈൽ മാറും. ഇനി സ്റ്റൈൽ മന്നത്തിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയല്ലേ, മക്കൾക്ക് ഒരു പ്രായമാകുമ്പോഴല്ലേ നമ്മൾ സ്റ്റൈൽ ചില്ലാകണേ. അപ്പോൾ അങ്ങനെ ആകാം.
ശരി എന്നാൽ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടി നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്ത് ആശാത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുക എൻ്റെ മുടിക്ക് എനിക്ക് ഒട്ടും നിവരുണ്ട്, എനിക്ക് പഴയ ചുളിവ് വേണമെന്ന് ഞാൻ ഒരു കരാട്ടി കഴുകി പൊക്കോളൂല്ലോ. അടിയൊക്കെ വടി പോലെ കിടക്കുന്നത് യേശുവിൻ്റെ കൃപയാൽ അടിയിലൊക്കെ ഒരു നാച്ചുറൽ ലുക്കിൽ ഒരു ചെറിയ വളവുണ്ട്. ആശാത്തിക്ക് ചെയ്ത് പകുതി കഴിയുമ്പോൾ പറയാം അയ്യോ എൻ്റെ ഒത്തിരി നിവരരുത് കേട്ടോ. അങ്ങനെ ഒരു നാച്ചുറൽ ലുക്കിലാണ് വന്നേക്കണത്. പിന്നെ മുടിക്കൊക്കെ ഉള്ളുള്ള മുടിയാട്ടോ, നല്ല ഭംഗിയിൽ കിടക്കണുണ്ടോ. ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ 40 മാസാട്ടോ കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കഴിപ്പോവും, വാഷ് ഔട്ട് ആട്ടോ. ഇതിന് തന്നെ മുടിക്ക് ചേഞ്ച് വരത്തില്ല, ഇതൊരു കവറിങ്ങാണ്. ഓരോ വാഷിനും ഇങ്ങനെ കഴുകിപ്പോവും. പക്ഷെ കളർ ചെയ്യണം മുടിക്ക് ഫ്രസി ഹെയറിനൊക്കെ മുടി ഒത്തിരി സോഫ്റ്റായി, ഭയങ്കര സോഫ്റ്റായി. ഇങ്ങനെ ഇനി പിടിച്ചാൽ മതി. ഇനി ഷാമ്പും ഇതും സിറോ ഒക്കെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഒഴുകി കിടന്നോളും. മുടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ കരാട്ടിൻ ചെയ്താൽ മുടി ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ് എല്ലാം മാറുമ്പോൾ തന്നെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ കൈവരിൽ എപ്പോഴും ഇങ്ങനെ മുടിയായിരിക്കും. നമുക്കതൊരു പിന്നെ തലേന്ന് കൈയെടുത്താൽ തോന്നുന്നില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതൊരു ഭയങ്കര രസമായിട്ട് കിടക്കും. അടിപൊളിയല്ലേ നോക്കിയേ. യേശുവിൻ്റെ കൃപയ പരസ്യത്തിന് വല്ലണ മുടിയായില്ലേ നോക്കിയേ. കണ്ട സൂപ്പറായില്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല, ഇന്ന് പറഞ്ഞ കാരണേ ആദ്യമായിട്ടാ ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടു എന്നാ പക്ഷെ പറഞ്ഞേ. പക്ഷെ ചുളുവെന്ന് പറഞ്ഞ പണ്ട് ഒരു കൊച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഹെയർ ലൈസിങ്ങാ. പിറ്റേ ദിവസം വന്നേക്കുവാ എൻ്റെ മുടി ചുരുട്ടി താങ്ങുമ്പോൾ പിന്നെ ചുറ്റാൻ പറ്റുമോ? ഇത് പിന്നെ കുറേ കഴിയുമ്പോൾ നോർമലാവും. എന്നിട്ട് പിന്നെ ഇപ്പം അത് അമേരിക്കയിലാട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പാശ്ചാത്തി എപ്പോഴും സ്ട്രേറ്റൻ ചെയ്തുകൊണ്ട് നടക്കും കേട്ടോ. അമ്മ നൂല് കൊടുക്കുമെന്ന് കണ്ടിട്ട് ഈ ചുരുണ്ട മുടി ഇങ്ങനെ ഇരുന്നപ്പോൾ നിവർന്നപ്പേ അമ്മ കാര്യം എനിക്ക് ചുരുട്ടി തന്നെ എന്ന് പറഞ്ഞു വന്ന പോലെ ആശാത്തി എനിക്ക് ചുറ്റണമെന്ന് വെറുതെ പറഞ്ഞ ആളാണേ. അപ്പോൾ ശരി എന്നാ. മീനുകുട്ടിയുടെ മധുരമപ്പിൻ്റെ മധുരമപ്പല്ല മൈലാഞ്ചി കല്യാണമാണ്. ഞാനെല്ലാം മധുരമപ്പ് കാലാവസ്ഥ ക്രിസ്ത്യൻസിൻ്റെ രീതിയിൽ പറയും. മധുരമപ്പല്ല മൈലാഞ്ചി കല്യാണമാണ്. നാളെ കൊച്ചിൻ്റെ കല്യാണമാണ്. അപ്പോൾ നിങ്ങളെല്ലാം കൊച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവകൃപയുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ ഒരു കാശ് കൊടുക്കാൻ കിട്ടാത്തതല്ലേ, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട തലമുറ, ഇതിനൊക്കെ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ സെറ്റും മുണ്ടൊക്കെ കൊടുത്താണ് സുന്ദരിയായിട്ട് ഒരുങ്ങിയേക്കണേ. പച്ച ബ്ലൗസും അത് തിരിഞ്ഞപ്പം കുട്ടിയുടെ സ്വന്തം മുടി ചുമ്മാ കേളാക്കിയിട്ടുള്ളൂ. ഫ്രണ്ടിയിട്ട് മുല്ലപ്പൂ വെച്ചില്ല, ബാക്കിയിട്ട് നാളെ ഫ്രണ്ടിയിട്ടൊക്കെ വെച്ച് അടിപൊളി മുല്ലപ്പൂ ഒക്കെ വെച്ചുള്ള പരിപാടികളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട അപ്പോൾ കൊച്ചിൻ്റെ ഇഷ്ടത്തോടെ നോക്കിയിട്ടാട്ടോ. എന്നാലും നമ്മൾ നേരത്തെ മുടിയൊക്കെ കെട്ടി എല്ലാം ചെയ്തൊക്കെ നോക്കി ഏതാ ഏറ്റവും ബെറ്റർ എല്ലാവരോടൊക്കെ ചോദിച്ച് റെഡിയാക്കി വെച്ചായിരുന്നു. അപ്പോൾ നാളെ എയർ ബ്രഷ് മേക്കപ്പാ ചെയ്യാൻ പോണേ. അപ്പോൾ നിങ്ങൾ ഇന്ന് എയർ ബ്രഷ് അല്ല ചെയ്തേക്കണേ, ഡെർമയുടെ സ്കിൻ ഗ്ലാസ് മേക്കപ്പാ ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഞങ്ങൾ നാച്ചുറൽ ലുക്കിൽ ഒരുക്കി തരുന്നതായിരിക്കും. ഒരു ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ എല്ലാവരെയും ശബ്ദം അനുഗ്രഹിക്കട്ടെ. മീനുകുട്ടിയുടെ കല്യാണത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ എന്നും പേര് ചോദിക്കും. എനിക്ക് പേര് മറക്കലൊക്കെ ചോദിച്ചപ്പോൾ പേര് മറക്കരുത്. കൊച്ചുങ്ങൾ വല്ലപ്പോഴും അല്ലേ വന്നെ കല്യാണം ഒരുങ്ങാൻ, അപ്പം മറന്നു പോവാ. അപ്പം നീനു ഒരുങ്ങിയതൊക്കെ ഇഷ്ടപ്പെട്ടു. നീനുവിൻ്റെ ഹെയർ സ്റ്റൈല് നമ്മൾ 1000 മല്ലി ആട്ടോ പിന്നീത് സ്വന്തം മുടി. എനിക്കും ഇതാ ഇഷ്ടം. ഈ വാർമുടി ആകുമ്പോൾ സ്വന്തം മുടി ഇങ്ങനെ പിന്നി ഡെക്കറേറ്റ് ചെയ്തു, മുല്ലപ്പൂവും വെച്ചു. സിമ്പിൾ ഒരുക്കാം. 2 മാല കൊച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ. എയർ ബ്രഷ് മേക്കപ്പ് ആട്ടോ ചെയ്തേക്കണേ. വലിയ ഓവറൊന്നുമില്ലല്ലോ, കാരണം കുറേ ലാസ്റ്റ് ചെയ്യണം. കൊച്ചിന് ഒത്തിരി അകലേട്ടാണ് ചെറുക്കൻ്റെ വീട്, അങ്ങോട്ടൊക്കെ പോകാൻ. അപ്പം മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഓയിലി സ്കിന്നോ എയർ ബ്രഷ് ഓയിലി സ്കിന്നിനോ ഒത്തിരി നല്ലതാണ്. അപ്പോൾ എയർ ബ്രഷ് മേക്കപ്പാണ് ചെയ്തിരിക്കണേ. അപ്പം ചേച്ചീൻ്റെ ഒന്ന് വന്നേ. ചേച്ചീനെ കണ്ടിട്ട് ആരും തോന്നിക്കില്ല കേട്ടോ. ചേച്ചി സുന്ദരിക്കുട്ടിയായിട്ടിങ്ങനെ എൻ്റെ തലയിൽ ചീപ്പുണ്ടാവും. ചേച്ചി കൊച്ചിൻ്റെ പേരെന്നാ? നീതു. നീതു അത് നോക്കി പറ. ഇതൊക്കെ ഇഷ്ടപ്പെട്ട അപ്പോൾ ചേട്ടത്തിനെ അനിയത്തിനെ ഒരിക്കൽ രണ്ടുപേരും സുന്ദരിയാണ്. പിന്നെ യേശുവിൻ്റെ കൃപയെ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് ഇതാക്കുന്നുള്ളൂ. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ എല്ലാവരും ഒരുങ്ങാൻ രേവതി ബ്യൂട്ടി പാർലറിലേക്ക് വരിക.
രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം